അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽസിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ മാടായി പള്ളിയിലാണ്. മാടായി പള്ളിയെക്കുറിച്ചും ഈ പള്ളിയുടെ ചാരാന്ത വിശ്രമം കൊള്ളുന്ന മഹത്തുക്കളെക്കുറിച്ചും നമുക്ക് കേൾക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര. അൽസിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. ഇസ്ലാമിന്റെ അവസാനത്തെ പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 58 വയസ്സ് പ്രായം. ആ സമയത്ത് ഇസ്ലാം എത്തിച്ചേർന്നിരുന്ന കേരളത്തിലെ നദീതീരത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പള്ളി നിർമ്മിച്ച് അവിടെ ഒരു മഹല്ലായി, ആ മഹല്ലിൽ ഒരു ഖാദിയുമായി. അങ്ങനെ അവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഉത്തര മലബാറിലെ ചരിത്ര പ്രസിദ്ധമായ മാടായി പള്ളിയാണിത്. ഈ പള്ളി നിലനിൽക്കുന്ന സ്ഥാനത്ത് ആദ്യമായി പള്ളി നിർമ്മിക്കപ്പെട്ടത് ഹിജ്റ 5-ലാണ്. ഹിജ്റ 5-ലാണ് ഈ പള്ളി നിൽക്കുന്ന സ്ഥാനത്ത് ആദ്യമായി പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്ന് പള്ളിയിലുള്ള ഒരു ശിലാഫലകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പള്ളിക്ക് ചാരെ സ്വഹാബികളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ താബിഈങ്ങളിൽപ്പെട്ടവരോ ആയ 2 മഹാന്മാരുടെ ഖബറുകളുണ്ട്. ഈ മഹാന്മാരുടെ ഖബറുകൾക്ക് സമീപത്ത് ചില്ലിട്ട് വെച്ചത് ഒരു മാർബിൾ ഫലകമാണ്. ഈ മാർബിൾ ഫലകം സ്വഹാബികൾ ഇവിടേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന ഈ മാർബിൾ ഫലകം എന്ന ആധാറ് ഇന്നും ഇവിടെ സംരക്ഷിച്ചു വരുന്നു. കാരണം ഈ മാർബിൾ ഫലകം ഇവിടേക്ക് കൊണ്ടുവന്ന കൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്പർശിച്ച കരങ്ങളാണ്. ഹിജ്റ 5-ൽ നിർമ്മിച്ച ഈ പള്ളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. ചരിത്രാന്വേഷികളും ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവരുമായ നിങ്ങൾ തീരുമാനിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഇതാണോ അതോ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദാണോ എന്ന്. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് നിർമ്മിക്കുന്നതിന്റെ 2 നൂറ്റാണ്ടു മുമ്പാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്ര പണ്ഡിതന്മാർ ഉണ്ട്. ഹിജ്റ 5-ൽ റബീഉൽ ആഖിർ വെള്ളിയാഴ്ച ദിവസം സ്ഥാപിതമായ പള്ളിയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം വള്ളികളോ പുള്ളികളോ ഇല്ലാത്ത അറബിക് ലിപിയിലാണ് പള്ളി നിർമ്മാണത്തെക്കുറിച്ച് പള്ളിയിലുള്ള ശിലാഫലകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് വള്ളികളോ പുള്ളികളോ ഒന്നുമില്ലാത്ത രീതിയിലാണ് അറബിക് ലിപികൾ എഴുതിയിരുന്നത്. അതിന്റെ തെളിവ് എന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പല രാജാക്കന്മാർക്കും കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ കത്തുകളൊക്കെയും വള്ളികളോ പുള്ളികളോ ഒന്നുമില്ലാത്ത അറബിക് അക്ഷരങ്ങളെ കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അതായത് കൂഫി അറബിക് ലിപിയിലാണ് എഴുതിയിട്ടുള്ളത് എന്ന്. ഈ പ്രദേശത്തൊക്കെ പഴയങ്ങാടി ജുമാ മസ്ജിദ് എന്ന പേരിലും ഈ പള്ളി അറിയപ്പെടുന്നുണ്ട്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ കേരളത്തിലെ ഹീൽ മാറാവി എന്ന സ്ഥലത്ത് നിസ്കാരം നടന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. മംഗലാപുരം, പന്തലായനി എന്നീ പ്രദേശങ്ങളുടെ ഇടയിലുള്ള സ്ഥലത്തെയാണ് പണ്ട് ഹീൽ മാറാവി എന്ന് വിളിച്ചിരുന്നത്. ഈ ഹീൽ മാറാവി എന്ന പ്രദേശത്തേക്കായിരുന്നു പണ്ട് കാലത്ത് കച്ചവടത്തിന് ഏറ്റവും കൂടുതൽ അറബികൾ അല്ലെങ്കിൽ വിദേശികൾ വന്നിരുന്നത്. അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു കുന്നിൻ പ്രദേശമാണ്, ഒരു മുനമ്പാണ് ഹീൽ മാറാവി എന്ന സ്ഥലം. ഹീൽ മാറാവി എന്ന പേര് ലോപിച്ചാണത്രേ ഇന്നത്തെ മാടായി എന്നായി മാറിയത്. ചന്ദ്രൻ പിളരാനുള്ള കാരണം അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പോയ രാജാവ് ചേരമാൻ പെരുമാൾ അല്ല, മറിച്ച് പള്ളിവാണ പെരുമാൾ ആണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഈ പള്ളിവാണ പെരുമാൾ ആണ് താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന പേര് സ്വീകരിച്ച മലയാളിയായ സ്വഹാബി വര്യനെന്നും പറയപ്പെടുന്നുണ്ട്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ അഹ്മദ് ബിൻ ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഇസ്വാബ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇഞ്ചിയുമായി ചെന്ന ഇന്ത്യൻ രാജാവിനെ കുറിച്ചാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത്. പള്ളിവാണ പെരുമാൾ എന്ന താജുദ്ദീൻ റളിയല്ലാഹു അൻഹു അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിച്ച മറ്റൊരു ഇന്ത്യൻ രാജാവ് ഉണ്ട് എന്നതിന് യാതൊരു തെളിവുമില്ല എന്നും മഹാനവറുകൾ തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എന്നും കാണാം. അബു സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, ഇന്ത്യയിൽ നിന്ന് ഒരു രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വന്നു എന്നും സർബാദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നും മാത്രമല്ല അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പാത്രം
ഇഞ്ചി നൽകുകയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് താജുദ്ദീൻ എന്ന പേര് നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഇഞ്ചിപ്പാത്രം വാങ്ങുകയും അത് സ്വഹാബികൾക്ക് വിഹിതം വെച്ചു കൊടുക്കുകയും കൂട്ടത്തിൽ ഒരു വിഹിതം എനിക്ക് ലഭിച്ചു എന്നും അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കണ്ണൂരിലെ വളപട്ടണം നദിയുടെ അഴിമുഖത്ത് ചേരുന്ന കുപ്പം നദിയുടെ സമീപത്താണ് ഈ ഒരു പള്ളിയുള്ളത്. പണ്ട് കേരളത്തിലേക്ക് വന്ന ജൂതന്മാർ ആദ്യം കുടിയേറി പാർത്തത് മാടായി കുന്നിലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കടലിൽ നിന്ന് അവർ കണ്ട ഏക മുനമ്പ് മാടായിക്കുന്നായിരുന്നു എന്നും കാണാം. ആ നിലക്ക് പണ്ട് കാലത്ത് കച്ചവടത്തിനും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന അറബികൾ കടലിൽ നിന്ന് ആദ്യം കണ്ട മുനമ്പ് മാടായിക്കുന്നാകാനാണ് സാധ്യത. സ്വഹാബിവര്യന്മാരുടെ അല്ലെങ്കിൽ താബിഉകളിൽപ്പെട്ട ഈ മഹാരഥന്മാരുടെ ഈ ഖബറുകൾക്ക് മീതെയുള്ള മീസാൻ കല്ലിൽ രേഖപ്പെടുത്തിയ കൂഫി അറബിക് ലിപിയിലും പള്ളിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ മതസൗഹാർദ്ദത്തിന് പേര് കേട്ട പ്രദേശമാണ് മാടായി ദേശം. മക്കത്തെ പള്ളിക്കൊപ്പിച്ചൊരു പള്ളി, മലനാട്ടിലൊരു പള്ളി, മാടായി പള്ളി എന്നൊരു ഈരടി തോറ്റംപാട്ടിൽ നമുക്ക് കേൾക്കാം. ഇസ്ലാമിക ദഅവത്തിനു വേണ്ടി ഇവിടേക്ക് വരികയും പിന്നീട് ഈ പള്ളി നവീകരിക്കുകയും ചെയ്ത ഒരു മഹാനുഭാവന്റെ ഖബറാണ് ഇവിടെയുള്ള ഖബറുകളിൽ ഒന്ന് എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഈ പള്ളിയുടെ അരികിൽ നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഖബർ ഏകദേശം 50 വർഷം മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. ആ ഖബറിന് മുകളിലെ മീസാൻ കല്ലിലെ ലിപികൾ ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നു. ഈ പള്ളി നിർമ്മിച്ച ആദ്യകാലം തൊട്ടേ ഉള്ളതാണ് എന്ന് പറയപ്പെടുന്ന മിമ്പർ ഇപ്പോഴും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. ഇബ്നു ബത്തൂത്ത ഏഴിപ്പള്ളി എന്നാണ് ഈ പള്ളിയെ വിശേഷിപ്പിച്ചത്. 1342 ഡിസംബർ 29 അദ്ദേഹം ഈ പള്ളി സന്ദർശിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഈ പള്ളിയെക്കുറിച്ച് ഇങ്ങനെ എഴുതി: അവിടുത്തെ ജുമാഅത്ത് പള്ളി വളരെ ശ്രേഷ്ഠവും പാവനവുമാണെന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല ഹൈന്ദവരും വിശ്വസിക്കുന്നു എന്ന്. AD 1500 കേരളം സന്ദർശിച്ച ദുറാത്തെ സർബോസ തന്റെ കിഴക്കൻ ആഫ്രിക്കയുടെയും മലബാറിന്റെയും തീരങ്ങളെക്കുറിച്ച് വിവരണം എന്ന കൃതിയിൽ മാടായിയെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: എഴിമലയുടെ താഴ്വാരത്തിലൂടെ തെക്കോട്ട് സഞ്ചരിച്ചാൽ വളരെ സമ്പന്നവും പ്രാചീനവുമായ ഒരു നഗരമുണ്ട്. അതിനെ മാടായി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ മുസ്ലിങ്ങളും ഹൈന്ദവരും ജൂതന്മാരും വളരെ കാലമായി ഈ സ്ഥലത്ത് താമസിക്കുന്നതിനാൽ ജൂതന്മാർ നാട്ടുഭാഷയാണ് സംസാരിക്കുന്നത്. കോലോത്തിരി രാജാവാണ് ഈ പള്ളി നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം നൽകിയത് എന്നും പറയപ്പെടുന്നു. ഈ പള്ളിയിലെ ആദ്യകാല ഖാദിമാരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ബിനു ദീനാർ റളിയല്ലാഹു അൻഹു. 3 പ്രാവശ്യമെങ്കിലും ഈ പള്ളി പുനർനിർമ്മാണത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പള്ളിയും ദേശവും മുമ്പ് അറക്കൽ രാജവംശത്തിന്റെ കീഴിലായിരുന്നുവത്രേ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ അറബിക് ലിപിയിൽ സൂറത്ത് തൗബയുടെ വചനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് നാവികരും സഞ്ചാരികളും ജാതിയും മതവും നോക്കാതെ ഈ ഒരു പള്ളിയിലേക്ക് ചില വഴിപാടുകൾ നടത്താറുണ്ടായിരുന്നുവത്രേ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിലും ഈ പള്ളിയെക്കുറിച്ച് പരാമർശമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹത്തുക്കളുടെ ദറജകളെ ഉയർത്തട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ എവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി